ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ 10ാം ക്ലാസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സിലോട്ട് ചുവട് വെക്കാൻ പോവുകയാണ്. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കസിൻസും റിലേറ്റീവ്സും പാരൻസും എല്ലാവരും പറയുന്ന കാര്യമാണ് ഫുൾ A+ നേടണം. നിങ്ങളുടെ മനസ്സിലും അത്തരമൊരു ലക്ഷ്യമുണ്ടായിരിക്കും. എന്തായാലും എനിക്ക് ഫുൾ A+ നേടിയെടുക്കണം എന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. പക്ഷെ മക്കളെ, ഈ വർഷത്തെ 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുൾ A+ എന്ന് പറയുന്ന ടാർഗറ്റ് അത്ര എളുപ്പമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിൻ്റെ കാര്യം കൃത്യമായ കണക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുൻ വർഷങ്ങളിലെല്ലാം 60,000-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ ഈ വർഷത്തെ 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ ആ എണ്ണം പകുതിയായിട്ട് കുറഞ്ഞു. അഥവാ 30,000 മക്കൾക്ക് മാത്രമാണ് ഫുൾ A+ എന്ന് പറയുന്ന മാജിക്കൽ ഫിഗറിലോട്ട് എത്തിച്ചേരാൻ സാധിച്ചത്. സോ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്ര അത്രയും അടിപൊളിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഫുൾ A+ റിസൾട്ട് വരുമ്പോൾ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് നേരെയുള്ള ആ ഒരു A+ കരസ്ഥമാക്കണമെങ്കിൽ, സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക. സോ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു പെർട്ടിക്കുലർ ക്ലാസിൻ്റെ ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അഥവാ മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പർ എന്നുള്ള ചോദ്യങ്ങളാണ്. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വരിക, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുക എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയും അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷമാണ് നമ്മുടെ പാഠപുസ്തകം മാറിയിരിക്കുന്നത്. ഒരു വർഷത്തെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നിങ്ങൾക്ക് റഫറൻസിന് വേണ്ടിയുള്ളൂ. സോ അതിലൂന്നി മാത്രം നമ്മുടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മികച്ച വിജയം നേടിയെടുക്കാൻ സാധിക്കണമെന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ സെഗ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സൈസ് ക്വസ്റ്റ്യൻസിനപ്പുറം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. സോ അതിനകത്ത് നമ്മുടെ നോർമലി ഉള്ള ക്വസ്റ്റ്യൻസിനപ്പുറമായിട്ട് നമ്മുടെ ചാപ്റ്ററിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെറ്റസ് അസസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് കാണാൻ സാധിക്കില്ലേ? അതിനകത്ത് ഒട്ടേറെ ചോദ്യങ്ങൾ ഇതുപോലെ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ ഓണപ്പരീക്ഷയ്ക്കും മോഡൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും ഒരു മാറ്റവുമില്ലാതെ ഡിക്റ്റോ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. സോ പല മക്കളും ഈ ഒരു ക്വസ്റ്റ്യൻ സെഗ്മെന്റിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ടോപ്പിക്കിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് അവർ പ്രാക്ടീസ് ചെയ്യും, പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻസിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. ഇത് ഒരു കാരണവശാലും ചെയ്തു നോക്കാത്ത പല മക്കളുമുണ്ട്. അത്തരമൊരു തെറ്റ് നിങ്ങൾ ആരും ആവർത്തിക്കരുത്. ഉറപ്പായും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തീരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർത്തിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞു വെച്ചാൽ, ഗവൺമെന്റ് കഴിഞ്ഞ വർഷം ഇറക്കിയ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. സോ ഐ തിങ്ക് 4 സെറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ആ 4 സെറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഓണപ്പരീക്ഷയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അത് കൃത്യമായി തന്നെ വർക്കൗട്ട് ചെയ്യുക. സിമിലർ വേ ഓരോ ജില്ലകളും ഇറക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കുകളുണ്ട്. അത് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ക്വസ്റ്റ്യൻ ബാങ്കുകളാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പൂളുകളാണ്. അവിടെ നിങ്ങൾക്ക് 1 മാർക്ക് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും, 2 മാർക്ക് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും, 3 മാർക്ക് 4 മാർക്ക് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അത് കൃത്യമായി മനസ്സിലാക്കി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. സോ ഇതാണ് ക്വസ്റ്റ്യൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങളിൽ പലരും ചെയ്യുന്ന തെറ്റാണ്. ഇപ്പോൾ 9ാം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പലർക്കും പഠിക്കാൻ ഒരു ചൂട് വരുന്നത് ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും. അപ്പോഴായിരിക്കും ഞാനിരുന്നു പഠിച്ചു മലത്തും എന്നൊക്കെ പലരും വിചാരിക്കുക. പക്ഷെ മക്കളെ, 10ാം ക്ലാസ്സിൽ ഒരിക്കലും ഒരു ലാസ്റ്റ് മൊമെന്റ് ഹറിബറിയായ പഠനത്തിലൂടെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന സിലബസ് അല്ല. കാരണം അത്രത്തോളം മാറിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അത്രത്തോളം സ്റ്റാൻഡേർഡായ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കോണ്ടന്റ് മനസ്സിലാക്കി കൃത്യമായി പഠിച്ചൊരു കുട്ടിക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിലബസ് ആണ് കറന്റ്ലി നമ്മുടെ 10ാം ക്ലാസ്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ തുടക്കം മുതൽ സ്ട്രക്ചേർഡ് ആയിട്ട് അന്നന്നാള് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്നാള് തന്നെ പഠിച്ച് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ച് നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽസ് ആണ്, കണക്കുകളാണ്. ഈ കണക്കുകൾ ചെയ്യുമ്പോൾ പലർക്കും വരുന്ന പരാതി എന്ന് പറഞ്ഞാൽ, സാർ ഫോമുലാസ് എനിക്ക് തെറ്റിപ്പോകുന്നു, ഫോമുലാസ് എനിക്ക് മറന്നു പോകുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നില്ല, അങ്ങനെ പല പല പരാതികളുണ്ട്. സോ അതെല്ലാം പരിഹരിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞു വെച്ചാൽ, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് വരാൻ സാധ്യതയുള്ള ഫോർമുലാസ് കൃത്യമായി നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുക. അതിൽ നിന്ന് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ലെൻസ് ഫോമുല ഓറിയന്റഡ് ആയത്, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഓറിയന്റഡ് ആയത്, അതും അല്ലെങ്കിൽ പവർ ഓഫ് ലെൻസ് ഓറിയന്റഡ് ആയത്. സോ ഈ പറയുന്ന ഫോമുലാസ്
കൃത്യമായി തന്നെ ഒരു A4 ഷീറ്റിനകത്ത് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ദിവസവും കാണുന്ന നിങ്ങളുടെ സ്റ്റഡി ടേബിളിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക. നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഒരു സാധനം മറന്നു പോകാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും മറന്നു പോകില്ല. സോ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് പ്ലാൻ ചെയ്യുക. സോ എല്ലാ ചാപ്റ്റേഴ്സിലും മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ ന്യൂമറിക്കൽസും ഫോമുലാസും എല്ലാം ഇതുപോലെ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മറന്നു പോകില്ല. സോ ആ പ്രശ്നവും നമുക്ക് പരിഹരിക്കാം. സോ ഈ 3 കാര്യങ്ങൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കണം. കൂടാതെ തന്നെ കോൺടെന്റ് കൂടി, കോൺസെപ്റ്റ് കൂടി സ്ട്രോങ് ആക്കണം, ഗംഭീരമായിട്ട് പഠിക്കണം. സോ ഫിസിക്സിൽ എന്തായാലും A+ നമ്മൾ തൂക്കിയിരിക്കും മക്കളെ. സോ ഈ 3 കാര്യങ്ങൾ ഇനിയുള്ള എൻ്റെ 10th ലൈഫിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് പറയുന്നവരെല്ലാവരും ഉറപ്പായും കമന്റ് ബോക്സിനകത്ത് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ വാലിഡായ അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ മക്കളെ, ലവ് യു ആൾ, ബൈ.